ഹലോ ഓൾ, ഇപ്പോൾ കുറേ നാളിന് ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ആക്ച്വലി ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അത് വേറൊരു അമ്മമാർക്കും അല്ലെങ്കിൽ പേരൻസിനും കുറച്ചൊരു ഒരു പറഞ്ഞു തരാൻ എന്തെങ്കിലും പറ്റുമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം മോനൊന്ന് വീണു. അത്രയും സൂക്ഷിക്കുന്നുണ്ട്. എല്ലാത്തിനും സൂക്ഷിച്ചിട്ടും ആളിന്ന് മൂത്രം ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടയിലിട്ടിരുന്ന ടവലിൽ തട്ടിയാണ് ആൾ വീണിട്ടുള്ളത്. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ടായിരുന്നു വീഴുന്നത്. വീണ ആളുടെ തലയുടെ പുറകിൽ വശമാണ് ഇടിച്ചത്. ടൈൽസിലായിരുന്നു. ഇടിച്ച് മോൻ കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആൾ അൺകോൺഷ്യസ് ആയിട്ട് പിന്നെ ഒരു 3-4 മിനിറ്റാണ് ബോധം ഉണ്ടായിരുന്നില്ല. ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു നെയിമിലൊന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ തന്നെ തൊട്ട് അടുത്ത 5 മിനിറ്റിനുള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ എത്തിച്ചപ്പോഴത്തേക്കും ആൾ കോൺഷ്യസ് ആയി. പിന്നെ പേര് വിളിക്കുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ യൂഷ്വലി കളി ചിരിയൊക്കെ, പക്ഷേ ഒരു ടയേർഡ്നെസ് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്തു CT എടുക്കണം എന്ന് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ ഹോസ്പിറ്റലിൽ CT ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിയർ ബൈ ട്രിവാൻഡ്രം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രിവാൻഡ്രം മെട്രോ സ്കാൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മോൻ ഉറങ്ങിയാൽ മാത്രമേ CT എടുക്കാൻ പറ്റുള്ളൂ. പ്ലെയിൻ CT ബ്രെയിനാണ് അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോൻ ഉറങ്ങണം. അവൻ ഉറക്കാനായിട്ട് പപ്പ കൊണ്ടുപോയിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാണ് ഞങ്ങൾ, കുഴപ്പമൊന്നും ഉണ്ടാകരുത്. പക്ഷേ വേറെ സയൻസ് ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഒരു കുറച്ച് അൺകോൺഷ്യസ് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ടാണ് ഇപ്പോൾ CT എടുക്കുന്നത്. വേറെ ബ്ലീഡിങ്ങോ ഛർദിലോ വോമിറ്റിങ്ങോ അങ്ങനെ ഒരു സയൻസും വേറെ ഒന്നും കാണിച്ചില്ല. പിന്നെ എല്ലാം ആക്റ്റീവായിരുന്നു. ഫുഡ് കഴിച്ചു, ഫീഡ് ചെയ്യുന്നുണ്ട്. വേറെ എല്ലാ ഫിസിക്കൽ ജനറൽസൊക്കെ ഓക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ടെൻഷനിലാണ് ഞാനിരിക്കുന്നത്. അത്രയും വിഷമമുണ്ട്. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലല്ല, അത് എല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. എത്രത്തോളം പ്രിക്കോഷൻസ് എടുത്താലും നമ്മൾ കുഞ്ഞിനെ വിടുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 1-2 വയസ്സിൽ അവർ ആക്ടിവിറ്റീസ് കൂടുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ മോൻ ഉറങ്ങി CT എടുത്ത് എന്താണെന്ന് ഒന്നും അറിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പീഡിയാട്രീഷ്യനെ കൊണ്ട് അടുത്ത കൺസൾട്ടേഷനുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇങ്ങനെയും പ്രാർത്ഥിക്കാനായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി. ആക്ച്വലി ഞാൻ വീഡിയോസ് ഇപ്പോൾ ചെയ്യാറേ ഇല്ല. അതിനുള്ളൊരു മോട്ടിവേഷനും അതിനുള്ളൊരു സമയം ഇപ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇതെനിക്കെന്തോ പേരൻസ് അറിയണം. മോൻ നടന്നു തുടങ്ങി. ഇപ്പം ഞങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു കുറച്ച് നാളത്തേക്ക്. ആൾ നടന്നു തുടങ്ങുന്നുണ്ട്, ഓടുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ എന്നെ തന്നെ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വീട്ടിൽ. നോക്കുന്ന ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവനും ഇന്നലെ 2-3 ദിവസമായിട്ട് ഞാനും അവനും തന്നെ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കാര്യങ്ങൾ സ്മൂത്തായിട്ടാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നെന്തോ അങ്ങനെ പറ്റി. മോനൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ. തറയിൽ എന്തെങ്കിലും വെള്ളം കിടന്നാലോ മൂത്രം കിടന്നാലോ അപ്പോൾ തന്നെ അത് തുടച്ച് വൈപ്പ് ചെയ്ത് നല്ല ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് മെയിൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം.